ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കണം എന്നോട്. എൻ്റെ ചില പേഴ്സണൽ കാര്യമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് നോക്കാം. മെസ്സേജ് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൂമെൻറ്റ് ഇവർക്ക് ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എങ്കിൽ ഇവരുടെയോ നിങ്ങളുടെയോ ബർത്ത്ഡേ ആയിരിക്കാം. ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഇന്നത്തെ ദിവസം കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇന്നത്തെ ദിവസം ഇവർ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്ലാനിങ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ എന്താണോ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നത് അത് സക്സസ് ആവുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ച കാര്യത്തിൽ നിന്ന് പിറകെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇവർ. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലും ഇവർ ബാലൻസ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാ സിറ്റുവേഷനും ഇന്നത്തെ ദിവസം ഇവർ ബാലൻസ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ മുന്നിൽ വന്ന് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പിണങ്ങിയത് ആ ഒരു കാര്യം എടുത്ത് തന്നെ എല്ലാം സമാധാനപരമായിട്ട് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും വേണ്ട, എല്ലാം പെർമനൻ്റായിട്ട് അവസാനിക്കണം, ഇനി സ്നേഹം മാത്രം മതി നമുക്കിടയിൽ എന്നുള്ള രീതിയിൽ ഇവർ മുൻകൈ എടുത്ത് എല്ലാ പ്രശ്നവും സോൾവ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ മാരേജ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോടതി കേസ് സംബന്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ഒരാൾ മുൻകൈ എടുത്ത് അങ്ങോട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം നേരെയാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കേസ് സംബന്ധമായിട്ട് നമുക്കിനി പോകണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇനി ഇതൊന്നും വേണ്ട നമുക്ക് എന്നുള്ള രീതിയിൽ ഒരാൾ മുൻകൈ എടുത്ത് കാര്യങ്ങൾ സോൾവ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ബാലൻസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് എല്ലാം ബാലൻസ് ആക്കുന്നതായിട്ട് സോൾവ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കാർഡുകളെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. ഇവരെ ആർക്കും തന്നെ ഇന്നത്തെ ദിവസം മാനിപ്പുലേറ്റിംഗ് ചെയ്യാനോ കൺട്രോളിങ് ചെയ്യാനോ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. ഇവിടെ ഇവർ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഇമേജ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. ഇവർ നിങ്ങളുമായിട്ടുള്ള മാരേജാണ് ഇമാജിൻ ചെയ്യുന്നത് എങ്കിൽ അത് നടക്കുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ സക്സസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇമാജിൻ ചെയ്യുന്നത്. ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ ഫസ്റ്റ് മെസ്സേജ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നു. അതായത് ആരോ ഫോൺ ചെയ്യണം, ആരോട് സംസാരിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, എന്ത് കഴിക്കണം, എല്ലാ കാര്യത്തിനും നിങ്ങൾ ഇവരെ ഡൊമിനേറ്റ് ചെയ്യുന്നു. അത് ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടാൻ പോകരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതലായിട്ട് ബിസിയാക്കുക. അപ്പോൾ ഇങ്ങനെ ബിസിയാക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനുള്ള ആ ഒരു ചിന്ത വരത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കുക. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുകയാണ് തേർഡ് പാർട്ടി കാരണം. അപ്പോൾ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് മെസ്സേജിലൂടെ. നെക്സ്റ്റ് എനർജി നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ല എങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ പേരൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് മെസ്സേജിലൂടെ. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, അതായത് എൻ്റെ ജീവിതത്തിൽ ഒബ്സ്റ്റിക്കിൾസ് മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതം ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എനിക്ക് വയ്യ, ഇതെങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും എന്നുള്ള രീതിയിൽ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഓരോ ദിവസവും ഇവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ. ഇവർക്കത് നേരിടാൻ പറ്റുന്നില്ല, ഇവരെ കൊണ്ട് നേരിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് ഇവർ നിങ്ങൾക്ക് ചെയ്യുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ട് ഞാൻ കൂടുതൽ ശക്തരായി മാറി എന്നാണ്. അതായത് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എന്തായാലും ഒരു വ്യക്തി കൂടുതൽ ശക്തരായി മാറും. കാരണം ഇനി എന്ത് പ്രശ്നം വന്നാലും നേരിടാം എന്നുള്ള ആ ഒരു ശക്തി മനസ്സിൻ്റെ ഉള്ളിലും ശരീരത്തിൻ്റെ ഉള്ളിലും വരും. അതേപോലെ നിങ്ങളുടെ പേഴ്സണും ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ട് കൂടുതൽ ശക്തരായി മാറിയെന്നും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ദയവേത് ഇവരെ ചതിക്കരുതേ എന്നാണ്. നെക്സ്റ്റ് ഇവരുടെ ലൈഫിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്കൊരു ആക്ഷൻ എടുക്കണം. അതിനു വേണ്ടി നിങ്ങളുടെ പെർമിഷൻ വേണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഇവർക്ക് വേണം. ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ പ്ലേറ്റ് മാറിയാലോ, അതായത് എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിച്ചില്ലേ. തേർഡ് പാർട്ടിയോടും വെറുപ്പ് സമ്പാദിച്ചു, നിങ്ങളുടെയും വെറുപ്പ് സമ്പാദിച്ചു, പിന്നെ ആരുമില്ലാത്ത അവസ്ഥയാവും ഇവർക്ക്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ആക്ഷൻ എടുക്കണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ എടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ ഇവർ പറയുന്നത് മെസ്സേജിലൂടെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് ഇവർക്ക് ഫീലാകും. അതായത് നിങ്ങൾ വിഷമത്തിലാണെങ്കിലോ സന്തോഷത്തിലാണെങ്കിലോ അല്ല എങ്കിൽ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഏതവസ്ഥയിലായാലും ഇവർക്കത് ഫീലാകും നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്ന്. നെക്സ്റ്റ് മെസ്സേജ് ഇവരുടെ ഭാഗത്ത് എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവരുടെ മുന്നിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ എപ്പോഴും എല്ലാ സമയവും നിങ്ങളെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. ഇവരുടെ ഒരേ ഒരു ഓപ്ഷൻ നിങ്ങൾ മാത്രമാണ് എന്നാണ് ഇവർ മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഇടയിൽ എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് സംഭവിക്കുമ്പോഴോ സൗന്ദര്യ പിണക്കങ്ങൾ സംഭവിക്കുമ്പോഴോ എപ്പോഴും നിങ്ങൾ വീണ്ടും സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർ അന്വേഷിക്കുന്നു. അതായത് പിണങ്ങി നിന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇവർ നിങ്ങളോട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. നിങ്ങളും തിരിച്ചങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളും ചോദിക്കും ഓരോ ദിവസം എങ്ങനെ പോയി, അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും നിങ്ങളും അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ അങ്ങനെയല്ലേ? ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. നിങ്ങളിലെ ഏതെങ്കിലും ആൺകുട്ടി ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ അതുവരെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയും. അങ്ങനെയല്ലേ? നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങൾ എന്ത് ഉണ്ടെങ്കിലും അത് തുറന്ന് പറയും, മറച്ചു വയ്ക്കത്തില്ല. വീട്ടിൽ വഴക്ക് നടന്നാൽ പോലും അതുവരെ ഇവരോട് പറയും. അപ്പോൾ ഇവരുടെയൊക്കെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഇനി ഈ എനർജി എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുക, എത്ര മണിക്കൂറിനുള്ളിൽ റെസൊണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 6 നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 6 തൊട്ട് 16 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.